Today I am going to discuss the portion Prospectus of Module 1. Prospectus. Prospectus is a document or notice or advertisement or circular through which public company raise fund. അപ്പോൾ പബ്ലിക് കമ്പനി അവരുടെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റെന്നോ അഡ്വർടൈസ്മെൻ്റെന്നോ സർക്കുലാരോ നോട്ടീസോ ആണ് എന്തെന്ന് പറയുന്നത് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. And here in the formation or preparation of the prospectus, the promoters play a very important role. അപ്പോൾ പ്രോസ്പെക്ടസിൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യത്തിൽ ഇവിടെ ഏറ്റവും നല്ലൊരു പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് ആര്? പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രൊമോട്ടേഴ്സ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് പ്രോസ്പെക്ടസ്. ദെൻ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ജനറൽ ഓഫർ ബട്ട് ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. ഒരു പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ജനറൽ ഓഫർ അല്ല. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഒരു ജനറൽ ഓഫർ അല്ല, ബട്ട് ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. ഓഫറിലേക്കുള്ള ഒരു ഇൻവിറ്റേഷനാണ് എന്തെന്ന് പറയുന്നത് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് പ്രോസ്പെക്ടസ് ഇറ്റ് നീഡ് ടു ബി ഫയൽ വിത്ത് സെബി. അപ്പം പ്രോസ്പെക്ടസ് നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് എന്തുമായിട്ട് ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത് എവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം? സെബിയിൽ നമ്മളിത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ദ പ്രോസ്പെക്ടസ് കണ്ടെയ്ൻ സെവറൽ ഇൻഫോർമേഷൻ ഓർ regarding the company, about the company's financial performance, who are the directors, promoters, അങ്ങനെ എല്ലാ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങളും എന്തിൽ കാണും? പ്രോസ്പെക്ടസിൽ കാണും. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, തുടങ്ങി എല്ലാ കാര്യങ്ങളും എവിടെ കാണും? പ്രോസ്പെക്ടസിൽ കാണും. ഓക്കെ, ദെൻ പ്രോസ്പെക്ടസ് കണ്ടെയ്ൻ ഇറ്റ് ഈസ് അബൌട്ട് 300 to 500 പേജസ്. അപ്പം അതിൻ്റെ പ്രോസ്പെക്ടസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 300 to 500 പേജസ് വരെ ആകാം. Okay, next it contain whatever provisions or whatever included in prospectus should be applicable to a company. Okay, അപ്പം പ്രോസ്പെക്ടസിനകത്ത് എന്തൊക്കെ കണ്ടൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊവിഷൻസ് ഉണ്ടോ അതെല്ലാം കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണ്. ബിക്കോസ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ്. നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പബ്ലിക്കിന് കൊടുത്ത ഒരു ഡോക്യുമെൻ്റാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതേപോലെ കമ്പനിയിൽ പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ വാട്ട് എവർ പ്രൊവിഷൻസ് വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പ്രോസ്പെക്ടസ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദ കമ്പനി. നെക്സ്റ്റ്, ഓക്കെ, അപ്പം പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലി ഇറ്റ് ഈസ് പബ്ലിക് കമ്പനിക്ക് അവരുടെ ഷെയർസ് ലേക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ് എന്തെന്ന് പറയുന്നത് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ് ഓർ നോട്ടീസ് ഓർ സർക്കുലാർ ഓർ അഡ്വർടൈസ്മെൻറ്റ് ത്രൂ വിച്ച് പബ്ലിക് കമ്പനി റേസ് ഫണ്ട് ഫ്രം പബ്ലിക്. ഓക്കെ, നെക്സ്റ്റ്, പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് അതിനകത്ത് എല്ലാ ഇൻഫോർമേഷൻസും കാണും റിഗാർഡിംഗ് ദ കമ്പനി, അബൌട്ട് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓർ പ്രൊമോട്ടേഴ്സ് ഓർ ഡയറക്ടേഴ്സ്, ഇറ്റ്സ് മാനേജറിയൽ സ്റ്റാഫ് എക്സെട്ര. ഓക്കെ, ദെൻ പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ ഇൻവിറ്റേഷൻ ടു ഓഫർ ആൻഡ് ഇറ്റ്സ് നോട്ട് എ ജനറൽ ഓഫർ. ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് പ്രോസ്പെക്ടസ് ഇറ്റ് നീഡ് ടു ബി ഫയൽ വിത്ത് സെബി. ഇറ്റ് കണ്ടെയ്ൻ 300 to 400 pages and whatever provisions which is included in prospectus is applicable to the company, and the promoters play a very important role in the preparation of the prospectus. Next we can move on to the definition of prospectus. Definition of Prospectus, Companies Act 2013. According to section 270 of the act, define prospectus as a document described or issued as a prospectus. അപ്പം ഒരു ഡോക്യുമെൻറ്റിനെ പ്രോസ്പെക്ടസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒന്ന്. ഓക്കെ, ആൻഡ് ഇൻക്ലൂഡ്സ് എ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് റെഫേർഡ് ടു ഇൻ സെക്ഷൻ 32 ഓർ ഷെൽഫ് പ്രോസ്പെക്ടസ് ടു ഇൻ സെക്ഷൻ 31. അപ്പം റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആയിട്ടോ അല്ലെങ്കിൽ ഷെൽഫ് പ്രോസ്പെക്ടസ് ആയിട്ടോ. അപ്പം എന്താണ് റെഡ് ഹെറിംഗ്, എന്താണ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓർ എനി നോട്ടീസ്, സർക്കുലാർ, അഡ്വർടൈസ്മെൻറ്റ് ഓർ അതർ ഡോക്യുമെൻറ്റ്. അപ്പം നോട്ടീസ് ആകാം, സർക്കുലാർ ആകാം, അല്ലെങ്കിൽ മറ്റെന്ത് ഡോക്യുമെൻറ്റും ആകാം. ഇൻവൈറ്റിംഗ് ഓഫേഴ്സ് ഫ്രം ദ പബ്ലിക് for the subscription or purchase of any securities of a body corporate.
ഞാൻ നേരത്തെ പറഞ്ഞു പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. നമ്മുടെ ഓഫറിലേക്കുള്ള ഒരു ഇൻവിറ്റേഷനാണ് ഫ്രം ദ ആരിൽ നിന്നും പബ്ലിക്കിൽ നിന്നും ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? സബ്സ്ക്രിപ്ഷൻ ഓർ പർച്ചേസ് ഓഫ് എനി സെക്യൂരിറ്റീസ് ഓഫ് എ ബോഡി കോർപ്പറേറ്റ്. ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിലേക്കുള്ള, അത് ഷെയർ ആകാം, പ്രിഫറൻസ് ഷെയർസ് ആകാം, ഡിബെഞ്ചേഴ്സ് ആകാം. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയിലേക്കുള്ള അതിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഫറിലേക്കുള്ള ഇൻവിറ്റേഷനാണ് എന്ത്? പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ആ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഇൻ ഫോം ഓഫ് ഡോക്യുമെൻ്റ് ആകാം, അഡ്വർടൈസ്മെൻറ്റ് ഫോമുല, സർക്കുലർ ഓർ നോട്ടീസ് ആകാം, ഓർ ഇറ്റ് ക്യാൻ ബി എ റെഡ് ഹെറിംഗ് ഓർ എ ഷെൽഫ് പ്രോസ്പെക്ടസ്. വാട്ട് ഈസ് റെഡ് ഹെറിംഗ് അല്ലെങ്കിൽ വാട്ട്സ് എ ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. Next, meaning of prospectus. A prospectus is thus any document which invites the public to provide funds to the company by law of deposit or subscriptions to its shares and debentures. അതായത് it's an invitation to the public for subscribing to the shares or debentures of the company. Next, it is a valuable document containing important details about the company. അപ്പോൾ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഉള്ള ഒരു വാല്യുബിൾ ഡോക്യുമെൻ്റ് ആണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഡ്യൂലി സൈൻഡ് ബൈ ദ കമ്പനി. അപ്പോൾ കമ്പനിയുടെ സിഗ്നേച്ചർ അതെന്ന് പറയുന്നത് കമ്പനി ഷുഡ് ഡ്യൂലി സൈൻ. ഓക്കെ. Contents of the prospectus. Name of the company, കമ്പനിയുടെ നെയിം. ദെൻ അഡ്രസ് ഓഫ് ദ രജിസ്റ്റേർഡ് ഓഫീസ്, നമ്മുടെ പ്ലേസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ വർക്കിംഗ്, നമ്മൾ എവിടെയാണോ നമ്മുടെ ഓഫീസ് എന്നുള്ളത് അതിൻ്റെ രജിസ്റ്റേർഡ് അഡ്രസ്, ആ പെർട്ടിക്കുലർ പ്ലേസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കണം ഇതിനകത്ത് പ്രോസ്പെക്ടസിനകത്ത്. നേച്ചർ ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് ദ ബിസിനസ്, നമ്മുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം എന്താണ്, നമ്മുടെ പർപ്പസ്, ലക്ഷ്യം എന്താണ് എന്നുള്ളത് പ്രോസ്പെക്ടസിൽ കാണും. ക്യാപിറ്റൽ സ്ട്രക്ചർ മീൻ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ, നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ. ഹിസ്റ്ററി ഓഫ് ദി കമ്പനി, പർട്ടിക്കുലേഴ്സ് അബൌട്ട് അണ്ടർറൈറ്റേഴ്സ്, ഓഡിറ്റേഴ്സ്, ബ്രോക്കേഴ്സ്, ബാങ്കേഴ്സ്. അപ്പം ഡീറ്റെയിൽസ് അബൌട്ട് അണ്ടർറൈറ്റേഴ്സ്, ഓഡിറ്റേഴ്സ്, ബ്രോക്കേഴ്സ്, ബാങ്കേഴ്സ്. ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ്, അതായത് ഷെയർസിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് ഓപ്പൺ ചെയ്യും, അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്നാണ്. നെയിം ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വെയർ ആപ്ലിക്കേഷൻസ് ഫോർ ലിസ്റ്റിംഗ് ഹാസ് ബീൻ മെയ്ഡ്, നമ്മൾ ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റിംഗ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത്. ദെൻ ഇൻഫോർമേഷൻ അബൌട്ട് മെറ്റീരിയൽ കോൺട്രാക്ട്സ് വിത്ത് മാനേജീരിയൽ പേഴ്സണൽ, അപ്പം ഓരോ മാനേജീരിയൽ പേഴ്സണലുമായിട്ട് നടത്തിയിട്ടുള്ള കോൺട്രാക്റ്റുകളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ്, ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ, കൺസെൻറ്റ് ഓഫ് മാനേജീരിയൽ പേഴ്സണൽ, മാനേജ്മെൻറ്റ് പെർസെപ്ഷൻ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ്, ദെൻ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള നമ്മുടെ അസംഷൻസ്, സ്റ്റാറ്റ്യൂട്ടറി ഓർ അതർ ഇൻഫോർമേഷൻ, മറ്റ് ഇൻഫോർമേഷനുകൾ. ഓക്കെ. നെക്സ്റ്റ്, മൂവിങ് ഓൺ ടു ദ കണ്ടൻറ്റ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് വി നോ ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ടു ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ കമ്പനി. സോ ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ ടു അവർ ഓഫർ, കമ്പനിയുടെ ഓഫറിലേക്കുള്ളൊരു ഇൻവിറ്റേഷനാണ്. എന്താണ് ഓഫർ? ടു സബ്സ്ക്രൈബ് ടു ദ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ കമ്പനി. It inform public about the company and stimulate people to invest money in the company. അപ്പം പ്രോസ്പെക്ടസ് വായിച്ചിട്ട് പബ്ലിക്കിനെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഇൻവെസ്റ്റ് ടു ദ ഷെയർസ് സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനി, നമ്മുടെ കമ്പനിയിലെ സെക്യൂരിറ്റീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ത്രൂ ദിസ് പെർട്ടിക്കുലർ ഡോക്യുമെൻറ്റ്. Then it provide an authentic record of the terms and conditions on which shares and debentures have been issued. അപ്പം ഷെയർസിൻ്റെയും ഡിബഞ്ചേഴ്സും ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ടേംസും കണ്ടീഷൻസും എല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഒതൻറ്റിക് റെക്കോർഡാണ്. ഓക്കെ. ഒതൻറ്റിക് റെക്കോർഡ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഇതൊരു റെക്കോർഡാണ്, ഒരു പ്രൂഫാണ് എന്തെന്ന് പറയുന്നത് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇന്ന ടേംസിലും കണ്ടീഷൻസിലുമാണ് ഷെയറും ഡിബഞ്ചേഴ്സും ഇഷ്യൂ ചെയ്തത്. ലേറ്റർ പിന്നീട് ഒരിക്കലും അത് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അതിൽ ടേംസും കണ്ടീഷൻസും എല്ലാം തന്നെ പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, ഇറ്റ് ഐഡൻറ്റിഫൈ ദ പേഴ്സൺ ഹു ക്യാൻ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ എനി അൺട്രൂ ഓർ ഇൻകറൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് മെയ്ഡ് ഇൻ ഇറ്റ്. അപ്പം പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരാണ് അതിന് പിന്നിൽ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.
നെക്സ്റ്റ് ഇറ്റ് റിഫ്ലക്ട് ദ ബിസിനസ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ദ കമ്പനി. കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തിലുണ്ട്? പ്രോസ്പെക്ടസിലുണ്ട്. സോ കമ്പനിയുടെ പോളിസീസ് എന്താണ്, പ്രോഗ്രാംസ് എന്താണ്, എല്ലാം എന്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, എന്തിൽ പ്രതിഫലിക്കുന്നുണ്ട്? പ്രോസ്പെക്ടസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്പ് ദ ഇൻവെസ്റ്റേഴ്സ് ടു ടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അപ്പം ഇൻവെസ്റ്റേഴ്സിന് ഈ പ്രോസ്പെക്ടസ് വായിച്ചിട്ട് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് പ്രോസ്പെക്ടസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ.